ഡേ 3 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് സോളങ് വാലിയിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ അട്ടൽ ടണൽ, അതുപോലെ സിസു ക്യാബ്, അങ്ങനെ 3 സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. അത്യാവശ്യം -10°C ആണ്. നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടുത്തെ വ്യൂ ഒക്കെ. അത്യാവശ്യം നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഒരു 3-4 സ്വെറ്ററങ്ങ് ഇടേണ്ടി വരും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ബട്ടറും പിന്നെ അതുപോലെ റൊട്ടിയൊക്കെയാണ്. പിന്നെ കേടൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ അച്ചാറും അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. ഞങ്ങളെ ഡ്രൈവർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. സ്നോയിലോട്ട് ഇറങ്ങണമെങ്കിൽ ഇവിടുന്ന് ജാക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജാക്കറ്റ് റെൻറ്റിന് എടുക്കാം. ഇവിടെ എല്ലാ ജാക്കറ്റിനും 250 റുപ്പീസാണ്. ഇത് ഗവൺമെൻറ് ഫിക്സ് ആയിട്ട് വെച്ചൊരു റേറ്റാണ്. നമ്മൾ ഇവിടുന്ന് ജാക്കറ്റും അതുപോലെ ഷൂസും ഒക്കെ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതാണ് നമ്മളെ ഈ ജാക്കറ്റ്, വിൻ്റർ ജാക്കറ്റ്. അതുപോലെ ഷൂസും ഉണ്ട്. എന്തായാലും നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. അങ്ങ് ദൂരെ ഇവിടുന്ന് തന്നെ നമുക്ക് മഞ്ഞിൻ്റെ മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് അടൽ ടണലിലോട്ട് പോകണമെങ്കിൽ റോഡ് പാസ് എടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അടൽ ടണലിലോട്ട് പോകുന്ന വഴി ഒരുപാട് ടണൽസ് ഉണ്ട്. ഇത് പുതിയ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ടണലാണ്. ഏകദേശം ഒരു 9 കിലോമീറ്റർ നീളമാണ് അടൽ ടണലിനുള്ളത്. മണാലിയും അതുപോലെ കേലോങ്ങും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടണലാണ് അടൽ ടണൽ. ഇപ്പോൾ നമ്മൾ അടൽ ടണലിൻ്റെ മെയിൻ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇനി അകത്ത് പോയിട്ട് ഉൾക്കാഴ്ചകളൊക്കെ കാണാം ടണലിൻ്റെ. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടാക്കിയ ടണലാണിത്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സിഗ്നൽസും അതുപോലെ സ്പീഡ് മീറ്ററും ഒക്കെ ഉണ്ട്. അടൽ ടണൽ കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ മഞ്ഞൊക്കെ വീഴുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ മഞ്ഞിലിറങ്ങിയപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. അതുപോലെ നല്ല തണുപ്പും ഉണ്ട്. -10°C ആണ് ഇവിടെ ഉള്ളത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഗ്ലൗസ് ഒന്നും ഊരാൻ പറ്റില്ല, അത്രയും തണുപ്പാണ്. പിന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഗ്ലൗസ് ഊരിയിട്ടൊന്ന് എടുത്തതാണ്. ഇവിടെ ഒരു നദിയൊക്കെ പോകുന്നുണ്ട് ഇതിലൂടെ. അത്യാവശ്യം ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഐസും ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടുന്ന് കുറച്ച് സമയം മഞ്ഞിലൊക്കെ കളിച്ചു, മഞ്ഞൊക്കെ എടുത്തിട്ട്. അതുപോലെ ഇവിടുന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മഞ്ഞൊക്കെ എടുത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹെവി സ്നോഫോൾ ആയതുകൊണ്ട് 2 ദിവസത്തേക്ക് ഇവിടുത്തെ റൈഡ്സൊക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് റൈഡിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. എന്തോ ഒരു റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഐസൊക്കെ എടുത്തിട്ട് ഇവിടെ കുഴിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് സമയം മഞ്ഞിലൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിനി റൂമിലോട്ട് പോവുകയാണ്. ഇന്നത്തെ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രം നോമാഡ് ടെക്കിയാത്തൂർ.